കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ വാർത്തയെന്നോ സന്തോഷ വാർത്തയോ എന്നൊക്കെ പറയാമെങ്കിൽ പോലും അതിന്റെ പിന്നിലും ഒരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം വരാൻ പോകുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കും. ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സാധ്യമാകത്തില്ല. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ബ്രാൻഡ് വാല്യൂവിനെ നിർണ്ണയിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ആണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് കളിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ കെണി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണിത്. അവർക്ക് ക്ലബിനെ മറ്റുള്ളവർക്ക് വിൽക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ ഗോൾഡ് ലോക്കറിന്റെ വില ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് പോലും ഇവന്മാർ ഇതുവരെയും ജനറേറ്റ് ചെയ്തിട്ടില്ല. ടിക്കറ്റ് വിൽപ്പനയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ബ്രാൻഡ് പാർട്ണർഷിപ്പിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും പിന്നെ ഏത്തക്ക ചിപ്സ്, ഗോലി സോഡ, ടിഷ്യൂ പേപ്പർ, അങ്ങനെ വിൽക്കാൻ പറ്റുന്നതെല്ലാം വിറ്റ് ലോക്കൽ വെണ്ടേഴ്സിനെ അവിടെ നാട്ടിൽ പുറത്താക്കി വില കുറഞ്ഞ ജേഴ്സി വിൽക്കാൻ, ലോ ക്വാളിറ്റി ജേഴ്സി വളരെ കുറച്ച് വിലയ്ക്ക് വിറ്റിട്ട് സ്റ്റേഡിയത്തിന്റെ പുറത്ത് ജേഴ്സി വിൽക്കുന്ന ആളുകളെ പോലും ആട്ടി ഓടിക്കുന്ന തരത്തിൽ ഊറ്റാവുന്നവന്റെ മാക്സിമം ഊറ്റി പിഴിഞ്ഞിട്ടുണ്ട്. ഇവന്മാർക്ക് പണം തന്നെയാണ് ഉന്നം. പറഞ്ഞു വന്നതാവുന്നതല്ല. ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുവാണെങ്കിൽ മാത്രം, ഇവന്മാർ പറയുന്ന ഭീമമായിട്ടുള്ള വില കൊടുത്ത് വലിയ ആരെങ്കിലും ക്ലബ്ബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും മികച്ച താരങ്ങളുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. ഇവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീം മത്സരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ക്ലബിന്റെ ബ്രാൻഡ് വാല്യൂ ഇനിയും താഴേക്കിടിയും. ക്ലബിന് നല്ല തുക എടുത്ത് വാങ്ങിക്കാൻ ആള് വരാതിരിക്കും. സോ ഫോർ ദ ടൈം ബീങ് അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പുതിയ ഇൻവെസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നില്ലെങ്കിൽ റിസർവ് ടീമിലെ പ്ലേയേഴ്സിനെയും നിലവിലെ കോൺട്രാക്ട് പ്ലേയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും. ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം വേണ്ട. ഡ്യൂറന്റ് കപ്പിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കളിക്കും. അതിന്റെ പിന്നിലും ലക്ഷ്യം ലാഭം തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയില്ല. ടോപ്പ് ഡിവിഷൻ ലീഗ് കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ ക്ലബിന് വേണ്ടി വലിയ സ്റ്റേക്കിന് കാശ് കൊടുക്കാനൊന്നും ആരും വരത്തില്ല. അപ്പം ഇവന്മാർക്ക് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചേ പറ്റത്തുള്ളൂ. സോ റിസർവ് ടീം പ്ലേയേഴ്സിനെ വെച്ചിട്ടെങ്കിലും ഇവന്മാർ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും. നല്ല കാശ് ഇവന്മാർക്ക് കൊടുക്കാൻ ആരെങ്കിലും, ഇവന്മാർക്ക് അറക്കാൻ, ലിറ്ററലി അറക്കാൻ ആരെങ്കിലും കഴുത്ത് നീട്ടി കൊടുത്താൽ നല്ല ആരെങ്കിലും നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരും. ഇല്ലെങ്കിൽ റിസർവ് ടീമിനെ വെച്ചിട്ടായാലും ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കും. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കച്ചവടം നടത്തണമല്ലോ, ഇനിയും പിഴിഞ്ഞെടുക്കുന്ന കറവപ്പശയെ ഉപയോഗിക്കൊണ്ടിരിക്കണമല്ലോ. സിംപ്ലി ISL കളിക്കും എന്നുള്ള ഒരു ആശ്വാസവാർത്തയും സന്തോഷ വാർത്തയൊക്കെ ആണെങ്കിൽ പോലും അതിന് പിന്നിലെ ഉദ്ദേശം ഇതൊക്കെയാണ്.